ഹായ്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മൾ വാച്ചമ്മക്ക് നൈസായിട്ടൊരു പണി കിട്ടി. ഓണമായിട്ട് വിഷുവാണെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് പറയാം, ഓണമായിട്ട് ഒരു ഓണക്കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. ദേ ഇവിടെ കിടപ്പുണ്ടാണ്. ഒരു ഹായ് പറഞ്ഞമ്മ. ഹായ്. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ശ്വാസം മുട്ടലിന്റെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ കുറെ വർഷങ്ങളായാലും കൊടുക്കണം. അതിന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് കൂടുതല് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോ അലറിങ്ങി വീണ് വിളിച്ചിട്ട് എനക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി. അപ്പൊ അവിടെ ഉണ്ടായിരുന്നതില് 1-2 പേര് CPR കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തി. ആള് അത് റിക്കവർ ചെയ്ത് വന്നു. പക്ഷേ CPR കൊടുക്കുന്ന ആ ഒരു ഫോഴ്സില് നമ്മളിവിടെ പ്രസ് ചെയ്തൊക്കെ ഇങ്ങനെ പിടിച്ചപ്പോ ആൾക്ക് നെഞ്ച് വിലങ്ങിപ്പോയിട്ട് ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കര നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ആയി. സത്യം പറഞ്ഞ മനുഷ്യനെ പേടിപ്പിച്ചത്. ഞങ്ങളത് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് 3 ദിവസമായിട്ട് ഞങ്ങള് നോർത്ത് പറവൂര് ചെയ്തിന് ഹോസ്പിറ്റലിലുണ്ട് അല്ലേ മാ? ഇപ്പൊ എന്താണ് നമ്മുടെ അവസ്ഥ? എനിക്ക് അങ്ങാടും കടും തിരിഞ്ഞെടുക്കാൻ പാടില്ല, വേർന്നെടുക്കാൻ പാടില്ല. അപ്പൊ വിലക്കം പോലെ വരെയുന്നു. അത് ബുദ്ധിമുട്ടാണ്. അതായത് നെഞ്ചിങ്ങനെ വലിയാക്കണോണ്ടേ തിരിഞ്ഞടക്കാനും നമ്മുടെ സൈഡിലോട്ട് അങ്ങനെ തിരിയുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു വിഷമം ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തോന്നുള്ളൂ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നടക്കുമ്പോഴിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ കിടക്കാൻ ഒരു ഒരു വിധത്തിൽ നിർവാഹമില്ല. കിടക്കാനാണ് ബുദ്ധിമുട്ട്. മറ്റൊന്നില്ല എന്ന് തന്നെ പറയാ. അപ്പോ അങ്ങനെ ഒരു നല്ലൊരു പണി കിട്ടിയിരിക്കണം. ഞങ്ങൾ ഈ ഓണം സ്പെഷ്യൽ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി 2 ഉണ്ടായിരുന്നു, 2 സ്റ്റോറി ഉണ്ടായിരുന്നു ഓണം സ്പെഷ്യൽ ചെയ്യാനായിട്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിന്റെ അന്നാണ് ആശുപത്രിയിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. മാറും പിള്ളേരൊക്കെ വീട്ടിലാണ്. ആള് പിള്ളേര് സ്കൂളിൽ അയച്ചതിന് ശേഷം വരും. പിന്നെ വൈകുന്നേരം അവർക്ക് പോകും. അപ്പൊ ഞങ്ങൾ 2 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇപ്പൊ ചായയൊക്കെ കുടിച്ചിറക്കണം. എന്താണ് കഴിച്ചതെന്താണ്? മസാല ദോശയും മരുന്നു. മസാല ദോശയും ചായയൊക്കെ കഴിച്ച് അപ്പൊ അങ്ങനെ മാറ്റം റെസ്റ്റ് എടുക്കാനാണ്. അപ്പോ ഇനിയിപ്പോ ചിലപ്പോ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. എല്ലാരും ചോദിക്കുക വീഡിയോ കാണാനോ, കാരണം 2 ദിവസം കൂടുമ്പോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് പേര് അമ്മനെ തിരക്കാറുണ്ട്. അമ്മനൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം, നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്കെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ഒരു സിറ്റുവേഷൻ അറിയിച്ചത്. അപ്പൊ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. എത്രയും പെട്ടെന്നൊക്കെ ഒന്ന് മാറി ഒന്ന് നിവർന്ന് അല്ലെ ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ പറ്റിയാലാണ് 2 ഡയലോഗ് ഞങ്ങളൊക്കെ 4 ചീത്ത പറയുന്ന ഡയലോഗ് പറയാൻ പറ്റുള്ളൂ അല്ലേ മാ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാം മാറട്ടെ അല്ലേ? അതെല്ലാം എല്ലാവരും ഓണമൊക്കെ ഉടമ്പടി അല്ലേ? എല്ലാവർക്കും ഓണമൊക്കെ എവിടം വരെ ഓണമൊക്കെ ഞങ്ങളുടെ ഓണം ഹോസ്പിറ്റലിലാണ്. ഞങ്ങളുടെ ഓണം ഹോസ്പിറ്റലിലാണ്. പക്ഷെ നമ്മള് തിരിച്ചു പോകും. ചിലപ്പോ 2 ദിവസം കഴിയുമ്പോ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കണ്. മാവേലി വന്നേക്കുമ്പോ നമ്മൾ തിരിച്ചെന്തായാലും ഞങ്ങൾക്ക് വീട്ടിലെത്തണം. ഞങ്ങൾ വീട് പിടിക്കും. പുള്ളിക്കാരൻ വരുമ്പോ സ്വീകരിക്കാൻ നമ്മളവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ മാനസികപരമായിട്ടും നമുക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയി. അറിയാലോ, വീട്ടിൽ കാരണന്മാർക്കൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ടെൻഷനും വിഷമവും ഒക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല. ആദ്യം ഒന്ന് പേടിപ്പിച്ചെങ്കിലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആള് ഉഷാറൊക്കെ ആയിട്ട് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നെഞ്ചിലുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ എക്സ്റേ എടുത്തു നോക്കിയപ്പോ വേറെ എല്ലിന് പൊട്ടോ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ കഫം കെട്ടിക്കിടപ്പുണ്ട്, നെഞ്ചിൽ കഫക്കെട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റിങ് ചെയ്യാനുണ്ട്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് പോകണം അതിന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല ഡോക്ടർ? വേറൊന്നും പറഞ്ഞില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. ഡോക്ടറാണ് അല്ലേ മാ? അത് ഡോക്ടറൊക്കെ വലിയ കാര്യമാണ്. അമ്മനെയൊക്കെ എന്ന് വെച്ചാൽ വീഡിയോസിന്റെ ആ ഒരു ഇതിൽ ഭയങ്കര കാര്യമാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊരു നല്ലൊരു കെയറിങ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഈ വിഷമം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കിടക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. രാത്രി ഉറക്കം ഇന്നലെ ഉറങ്ങിയട്ടാ. ഇന്നലെ കുഴപ്പമൊന്നുമില്ല. മിനിഞ്ഞാള് രാത്രിയായപ്പോഴേക്കും നെഞ്ച് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര വിഷമമായി. പിന്നെ രാത്രി പോയി സിസ്റ്ററിനെ വിളിച്ച് ചൂടൊക്കെ പിടിച്ച് ഓയിൽമെന്റ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ കിടന്നുറങ്ങിയത്. ഇന്നലെ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. നൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിടന്നുറങ്ങി. ഞാൻ നോക്കുന്ന സമയത്തെല്ലാം ഉറക്കമാണ്, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അതേപോലെ എല്ലാം പെട്ടെന്ന് സുഖമായിട്ട് മാറട്ടെ. എന്നാലാണ് നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ വേറൊന്നും വേണ്ട, എല്ലാവരും പ്രാർത്ഥന ഉണ്ടായാൽ മതി. പെട്ടെന്ന് അസുഖങ്ങൾ മാറാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോ വീഡിയോസ് ഉണ്ടാവില്ല. പെട്ടെന്നെല്ലാം മാറിയാണെന്നുണ്ടെങ്കിൽ ഓണത്തിന് മുമ്പ് ഞങ്ങൾ പിടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു വിശേഷം പറയാൻ വേണ്ടി വന്നാൽ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ മുന്നിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ടാറ്റ പറയാല്ലേ അമ്മ? നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം വേണം. എന്റെ മുരുകന്റെയും പ്രാർത്ഥനയോടുകൂടി. അതെ, അമ്മ ഒരു മുരുക ഭക്തിയുണ്ട. അപ്പൊ അതുകൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി പുതിയ എന്തെങ്കിലും വിശേഷങ്ങൾ നിങ്ങൾ അറിയിക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് ടാറ്റ. ടാറ്റ.